Hi everyone, welcome back to Kavitha Sugar and Spice. നമ്മൾ ഇന്ന് ഒരു കോളിഫ്ലവർ റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കോളിഫ്ലവർ റൈസ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് വരികയാണ്. പലരും ഹെൽത്ത് റീസൺസ് കൊണ്ട് ഇതിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ മുട്ടയൊക്കെ ഇടുന്നുണ്ട്. മുട്ട ഇടാണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതൊരു ടോട്ടലി വെജിറ്റേറിയൻ ആയി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വലിയൊരു കോളിഫ്ലവർ ഹെഡാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഞാൻ കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് ഉപ്പിട്ടിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചു, വല്ല പുഴുക്കളമൊക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ട്. ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിനെ ഒന്നുകിൽ നിങ്ങൾക്ക് കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചോപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ. പക്ഷേ ഏതുതന്നെയായാലും ഇത് ഇങ്ങനെ പൊടിയായിട്ട് വേണം അരിയാൻ. അപ്പോൾ ചോപ്പറിലിടുകയാണെങ്കിൽ ഫ്ലോറിറ്റ്സ് എടുത്തിട്ട് ഇതിൽ നിന്നിങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതിലിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. എന്തായാലും ഞാനിത് അരിഞ്ഞ് റെഡിയാക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ കോളിഫ്ലവർ ഹെഡ് മുഴുവൻ അരിഞ്ഞു. ഇതുപോലെ ഇങ്ങനെ പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പം നമുക്കതിലേക്ക് ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു തരി ഉപ്പിട്ടിട്ട് അതിനെ മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു കുറച്ച് നേരമായിട്ട് ഉള്ളിയൊക്കെ റെഡിയായി. അതിലേക്ക് നമുക്ക് തുറന്നിട്ട് ജിഞ്ചർ ഗാർലിക് രണ്ടും ക്രഷ് ചെയ്തത് ഓരോ ടേബിൾ സ്പൂൺ വീതം ഉണ്ട്. അപ്പോൾ അത് ക്രഷ് ചെയ്തത് അതിലേക്ക് ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ അതിനെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഇപ്പോൾ കുറച്ച് നേരമായി, അപ്പോൾ അതൊക്കെ വാടിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലൊന്നും അല്ല കേട്ടോ, മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിന് ശേഷം ഞാനിവിടെ 3 കളറ് ക്യാപ്സിക്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. പച്ച, മഞ്ഞ, ചുവപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ അവൈലബിൾ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ 3 കളേഴ്സ് 3 ഡിഫറെൻറ്റ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ആയ കാരണം പിന്നെ ഒന്ന് കളർഫുള്ളൊക്കെ ആവട്ടെ എന്ന് വെച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അത് ചേർത്ത് നമുക്ക് ഈ ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യണ്ട. അതിനൊന്നും ഇങ്ങനെ ചൂട് കയറി കഴിഞ്ഞാൽ തന്നെ അത് വെന്ത് കിട്ടും. കുറേ നേരം കുക്ക് ചെയ്താൽ അതിൻ്റെ കളറും ഭംഗിയൊക്കെ പോവും. അപ്പോൾ നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊരു 2-3 മിനിറ്റ് മതിയാവും കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കോളിഫ്ലവറിനെ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ കോളിഫ്ലവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുക. പക്ഷെ അത് നിങ്ങളുടെ ഒരു ജഡ്ജ്മെൻറ്റ് അനുസരിച്ച് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെള്ളം ആഡ് ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഈ ക്യാപ്സിക്കവും അതൊക്കെ കുക്ക് ചെയ്യുമ്പോഴും പിന്നെ കോളിഫ്ലവർ ഇടുമ്പോഴും ഒക്കെ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വരും. അപ്പോൾ നമ്മൾ അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതാകെ എന്താ പറയുക കുഴഞ്ഞ് നാശമാകും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ജഡ്ജ്മെൻറ്റ് അനുസരിച്ച് തീരുമാനിക്കുക. നമുക്കിതൊരു 5 മിനിറ്റാണ് കുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ റൈസ് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ നടുക്ക് ഒരു കുഴി പോലെ കുഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ കുഴിയുടെ അകത്തേക്ക് ഒത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു കോക്കനട്ട് ഓയിലോ സാധാരണ ഓയിലോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ അങ്ങനെ. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ 5 മുട്ട മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആഡ് ചെയ്ത് നമ്മൾ അതിനകത്ത് വെച്ചിട്ട് അത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ അതൊരു ഇങ്ങനെ ചെയ്യണമെന്ന് സെപ്പറേറ്റ് ആയി ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മളിതിനെ ആ ചോറിലേക്ക് ഈ കോളിഫ്ലവർ റൈസിലേക്ക് മിക്സ് ആക്കും. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ രണ്ടിനും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 5 മുട്ട എന്നുള്ള കണക്ക് ഞാൻ എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ 5 കപ്പ് കോളിഫ്ലവർ റൈസാണ്. അപ്പോൾ 5ന് കണക്കായിട്ട് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെമൈ ഡ്രൈ ആയ ഒരു സ്ഥിതിയിൽ നമ്മൾ അതിനെ മിക്സ് ചെയ്യാണ്, വല്ലാണ്ട് വരണ്ട് പോണതിൻ്റെ മുന്നേ. അപ്പോൾ അതിൽ എന്താ പറയുക, നല്ല റൈസും മുട്ടയൊക്കെ കൂടെ നല്ലോണം
കമ്പൈൻ ആയിട്ടുള്ളൊരു നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ ഈ മുട്ടയുടെ ഈ പരിപാടി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ പറഞ്ഞ പോലെ വെറും ഒരു വെജിറ്റേറിയൻ ഡിഷാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടൊരു ഉപ്പ് ഉള്ളി വഴറ്റുമ്പോൾ ഇട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. അത് അധികം ഇടാഞ്ഞത് ഇതൊക്കെ കാരണമാണ്. സോയ സോസിൻ്റെ ഉപ്പുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതൊക്കെ ചേർത്ത് മിക്സൊക്കെ ആക്കി കഴിയുമ്പോൾ ടേസ്റ്റൊക്കെ ഒന്ന് മാറും. ഏതായാലും ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റി. അതിന് ശേഷം നമുക്കതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് സ്പ്രിംഗ് അനിയൻസ് ഞാൻ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.